നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡും അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് നമുക്ക് എത്ര സ്ലൈസ് വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. നമ്മൾ പുഴുങ്ങിയ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിപ്പം വീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് തന്നെ എടുക്കണം നിർബന്ധമില്ല. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ നോക്കി വരാം കേട്ടോ. അപ്പം നമ്മളിതൊരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം ബൗളിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു 2 ലീഫ് ലെറ്റ്യൂസ് ഇതുപോലെ അരിഞ്ഞ്. ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം. അതിന് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താ, നമ്മൾ പുഴുങ്ങി വെച്ച 2 മുട്ടയുണ്ട്. ഇത് ജസ്റ്റ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നുമില്ല, വെറുതെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് നോക്കിയിട്ട് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ മിക്സഡ് ഹെർബ്സ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ഇടാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിന് എന്താ പറയുക, ഇതിട്ട് കൊടുക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ്. ശരിക്കും പിസ്സ ഒക്കെ നല്ലതാണ്, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. അതുപോലെ തന്നെ സാലഡ്സിന് നല്ലതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിച്ച് വെച്ച് നമുക്ക് കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. ഇത് നമ്മളിപ്പോൾ വെജ് മയോണൈസ് ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എഗ്ഗ് ഉള്ളത് കൊണ്ട് വെജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളൊരു 2 മുതൽ 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കൂടുതൽ വേണമെന്നുള്ളത്. എന്താ പറയുക, എല്ലാ ഭാഗത്തും എത്തിയോ എന്നുള്ളത് അങ്ങനെ നോക്കിയാൽ മതി. നമുക്ക് ഒന്ന് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മയോണൈസ്. അടുത്തത് നമ്മൾ ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് 2 വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പം നമ്മളൊരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തു. എന്നിട്ട് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോളം അത്ര മതി. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ലെറ്റ്യൂസും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ മുട്ടയും ഒക്കെ വെച്ചുണ്ടാക്കിയ അത് ഇതിലേക്ക് ആവശ്യം നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഒന്നും കൂടെ വലിപ്പം ഉണ്ടാവും. അപ്പോൾ അതാണെങ്കിലും നല്ലതാണ്. ഇതാ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു സ്ലൈസ് കൊണ്ട് ജസ്റ്റ് കവർ ചെയ്യുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൈവച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സംഭവം റെഡിയായി. ഇനി ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ച്, എന്ത് സാൻഡ്വിച്ചാണ്, എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. നല്ലൊരു ടേസ്റ്റുമാണ്. ഈ മയോണൈസും പിന്നെ നമ്മൾ അതിൽ മുട്ടയും എല്ലാം കൂടെ ചേർത്തിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.